മാർക്കറ്റിലെ മാലിന്യമുക്തമായിട്ടുള്ള മണ്ണൂർ പഞ്ചായത്തും കണ്ടശ്ശേരി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും യൂത്ത് വിങ് എല്ലാവരും കൂടിയുള്ള ഒരു മാലിന്യമുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെയധികം മാലിന്യം സംഭാരം കൂടിയാണ്. പഞ്ചായത്തും എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ക്ലീനിങ് നടത്തുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഈ ചന്തയുടെ ബാക്കിലുള്ള ചാലിന്റെ വേസ്റ്റ് കുറച്ച് നാളുകളായിട്ട് പഞ്ചായത്തിലെ എല്ലാവർക്കും കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെ അതിനുള്ളൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വ്യാപാരി വ്യവസായികളുടെ പേരിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ ഈ മാർക്കറ്റ് തുറന്നു കൊടുക്കുമ്പോൾ വ്യാപാരികളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇതുവരെയ്ക്ക് അവർ വലിച്ചിട്ടില്ല. ഇപ്പൊ സൈഡില് പൊട്ടിച്ചിട്ട് ഈ കാനലിക്ക് വെള്ളം ഒഴിക്കിട്ട് കംപ്ലീറ്റ് പുഴുവരിക്കുന്ന രീതിയിലാണ്. മാർക്കറ്റിലേക്ക് ഒരാൾക്ക് പോലും കടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ കംപ്ലീറ്റ് സ്ഥലത്ത് വേസ്റ്റും സകല സാധനങ്ങളും കൂട്ടിട്ട് കൊടുക്കുന്നു. എത്ര പറഞ്ഞാലും അവർക്ക് കച്ചവടം ചെയ്യാൻ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ, വേറെ ഒന്നിനും താല്പര്യമില്ല. അപ്പൊ ഇതിനൊരു മുഖ്യ ഉണ്ടാവാൻ പഞ്ചായത്തിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാലിന്യം ഭയങ്കരമായിട്ടുള്ള സംഭവമായിരുന്നു അത്.
അസിസ്റ്റന്റ് സെക്രട്ടറി, അത് ഹെൽത്ത് ഇൻസ്പെക്ടർ, DOമാർ രണ്ടാണ്. നമ്മളിപ്പം ഈ സീറോ വേസ്റ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ് പള്ളിയുടെ മാർക്കറ്റ്. അതിൽ ബിരിയാണി വിളിച്ചിരുന്നു, നമ്മുടെ ഫസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അതിന് നമുക്കൊരു മാർക്കറ്റ് ക്ലീൻ ചെയ്യണമെന്ന് ഒരു ജില്ലാ സ്കൂൾ പറയേണ്ട ഒരു വൃത്തിയാക്കാൻ നടപ്പ് ഗവൺമെൻറ് ഇപ്പോൾ എല്ലാത്ത റോഡ്സിലൊക്കെ യാത്രയും എല്ലാവരും വൃത്തിയാക്കി വന്നു. അവിടുത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് പഞ്ചായത്ത് എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അന്നത്തെ ചർച്ചയിൽ പഞ്ചായത്ത് സംയുക്തമായിട്ട് ഒരു ക്ലീനിങ് ഡ്രൈവ് നടത്താമെന്ന് തീരുമാനിച്ചു പോയത്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ അവർ വന്ന് പറഞ്ഞു വ്യാപാരികൾ എന്ന് പറഞ്ഞു പള്ളി സ്ഥലത്തില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ആ കാനയുടെ ഭയങ്കരമായിട്ട് ആ കാനയിലൊക്കെ പക്ഷേ നമ്മളിപ്പോൾ അവിടെ സ്കൂളിലെ കട കൊടുത്തിട്ടുണ്ട്, ഒരു 3-4 കട. അതിനിപ്പോൾ ഒരു കട വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയുടെ മുറി കൊടുത്തുള്ളതിൽ ഓടിച്ചിട്ട് കാനിലേക്ക് വിട്ടേക്കുന്നത്. കാരണം കോഴി തൂരും കോഴിയുടെ വേസ്റ്റും അതിൻ്റെ കുടലും മാങ്ങ വെച്ചതിൻ്റെ ഒക്കെ ആയിട്ട് വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നു. അതിന് ഒന്നീ ഈ കഴിക്കാം. എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. കമ്മിറ്റിയും അതിൻ്റെ ഇതുണ്ട്, അതിനൊരു ലീഗലായിട്ട് നടപടികളും അതിനുണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലായിരുന്നു. അപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നാളതുപോലെ തന്നെ ഒരാളങ്ങനെ വേസ്റ്റ് കൊടുന്നതിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് കമ്മിറ്റി പറയുന്നതിനോട് സൂചിപ്പിച്ചത്. അപ്പോൾ അവരതിൻ്റെ ലീഗൽ അഡ്വൈസ് അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് വിട്ടിട്ടൊന്നും പറയാനായിട്ട് സാധിക്കില്ല. പഞ്ചായത്ത് ഇപ്പോൾ നമുക്ക് നല്ല കാര്യം ഞാൻ എതിർക്കുന്നില്ല, പേഴ്സണലൊന്നും എതിർക്കുന്നില്ല എനിക്ക്. പക്ഷേ നല്ല കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിന്നത് ക്ലെയിം ചെയ്യുന്നു, നാളെ വീണ്ടും അവരത് അവിടെ ഇടുന്നു. അതിനൊരു നടപടി അതായത് ഞാൻ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞത് പലതിനും പഞ്ചായത്ത് നടപടി എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അതായത് ലൈസൻസ് പോലും ഇല്ലാണ്ടാണ് പല കടകളും ഒക്കെയാണ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ക്ലീൻ ചെയ്യാം. അത് പുറത്തുള്ള സാർ കളി സഹകരിക്കാണ്ടിരിക്കുമ്പോൾ അവര് എന്തുമാത്രം സഹകരിക്കാൻ നടക്കുന്നു നോക്കിയിട്ട് കമ്മിറ്റിക്കാർ എല്ലാവരും പോകുന്നവരാണ് അവര്. അവർക്കറിയാം എല്ലാവരും കണക്കാർ ഓരോ പ്രാവശ്യം ഇത് പറയുമ്പോൾ അവര് അത് സഹകരിക്കാണ്ട് വിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുട്ടിയോട് പറയാം, നമുക്ക് കൂടുതൽ എനിക്ക് പറയാനായിട്ട് പറ്റില്ല. നമുക്കാണ് കാനൊക്കെ അങ്ങനെ ആകുന്നത് പെട്ടെന്ന് ആകുന്നതല്ലല്ലോ. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് പള്ളി ക്ലീൻ ചെയ്ത് പോരുന്നു. അപ്പോൾ അവരവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് വൃത്തികേടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലീൻ ചെയ്ത് പോരുന്നു. പിന്നെ അവർ ഒരു ഉത്തരവാദിത്വം ഇല്ലാതാണ് അവർ വീണ്ടും ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ഇടുന്നത് ഇടുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ലൈസൻസ് പോലും ഇല്ലാണ്ടാണ് പല കടകളും വർക്ക് ചെയ്യുന്നത്. അത് പഞ്ചായത്ത് ആക്ഷൻ എടുക്കില്ല എന്നാണ് എന്നോട് കമ്മിറ്റി പറഞ്ഞത്. ഞാൻ ചോദിച്ചത് അപ്പോൾ എങ്ങനെയാണ്. അപ്പോൾ അവർ അതിൻ്റെ ലീഗൽ കൺസൾട്ടേഷൻ നടത്തിയിട്ടാണ് അവർക്കൊരു നിലപാടെടുത്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതിനപ്പുറത്തേക്കൊന്നും പറയാനായിട്ട് ഇപ്പോൾ കോഴി വെക്കണ കടയിൽ ആ കോഴികളെ കടയിലേക്ക് പച്ചരിക്കുന്ന പോലെ സൈഡിൽ ഓടിച്ചേക്കണം. ഒരു ഇതൊന്നും അനുവാദത്തോട് കൂടിയിട്ടല്ലാന്ന്, ഇതൊന്നും അനുവാദത്തോട് കൂടിയിട്ടല്ല. അപ്പം അതിനെതിരായിട്ട് പരാതി പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടി എടുക്കേണ്ടതെന്നാണ് കമ്മിറ്റി പറയുന്നത്. അപ്പോൾ കോടതി ഉത്തരവ് വരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ, അതൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് പള്ളിക്ക് കൊടുക്കുക സെക്രട്ടറി. പിന്നെ ഹോള് അത് പറഞ്ഞ കേസിലാണ്, കേസിന്റെ നടപടികളുണ്ട്. അതനുസരിച്ചിട്ട് ലീഗൽ അഡ്വൈസറോട് കൂടിയിട്ടാണ് അവരും ചെയ്യുന്നത്. എനിക്ക് ഞാൻ മനസ്സിലാക്കി, ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അവർ ലീഗൽ അഡ്വൈസറോട് കൂടിയിട്ടാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുറിയിൽ രൂപമാറ്റം വരുത്തുമ്പോഴേ പള്ളിക്ക് ആക്ഷൻ എടുക്കാണ്. അപ്പോൾ പള്ളിക്ക് ആക്ഷൻ എടുത്തിട്ട് പള്ളി നടപടി എടുക്കാൻ പറയുമ്പോൾ ലൈസൻസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കേട്ടത് ലൈസൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഇല്ലാണ്ടാണ് പലതും പ്രവർത്തിക്കുന്നത്. അതിനെതിരായിട്ട് പഞ്ചായത്ത് നടപടി എടുക്കണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പലരുടെയും എനിക്കറിയില്ല, കമ്മിറ്റി പറഞ്ഞില്ല. പലരുടെയും മൗനാനുവാദത്തോട് കൂടിയിട്ടാകുമ്പോഴാണ് പ്രശ്നം. ഇപ്പോ ഈ സംഭവം പോലെ മാലിന്യത്തിനെതിരായിട്ട് ഞാനും മാലിന്യം ഉണ്ടാകുന്നതിനെതിരാണ്, യാതൊരു സംശയമില്ല. ക്ലീൻ ചെയ്യണമെന്നാണ്, ക്ലീനായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ ചെയ്യുന്നു പറഞ്ഞിരുന്നു. പിന്നെ അവർ പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെ അവര് പറച്ചിൽ മാത്രം ഉണ്ടാവുള്ളൂ. അതായിരിക്കും കാരണം. അല്ലാണ്ട് ഗേറ്റ് തുറന്നു ഇല്ല, അത് തുറന്ന് കിട്ടിയ നിങ്ങൾ പാക്കറ്റ് ഗേറ്റ് ഉണ്ടാകുന്നില്ല, അത് കൂടിയുള്ളത് കിട്ടിയ കയറ്റിയിട്ട് മീൻ മാർക്കറ്റിൻ്റെ എൻഡിൽ
അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ കളിച്ച് നമ്മളിപ്പോൾ നെറ്റ് വെച്ച് കൊടുക്കുന്നത് ഒരു 6 ഡി ഹൈറ്റ് നെറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെറ്റിൻ്റെ ഉള്ളിൽ മുളയും കൂടെ എടുത്താൽ കയറിയുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാപ്പൂരി പടിയുടെ കയ്യിലാണ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുതിര കയറാന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പള്ളി ചെയ്യാണ്ടാവും. അത് ആരായാലും ചെയ്യുന്ന കാര്യമില്ല. പള്ളി ചെയ്യേണ്ട കാര്യം പള്ളി ചെയ്യുന്നു, അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യുന്നു. അപ്പോൾ പള്ളിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ കമ്മിറ്റി ചെയ്യാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ ടാർ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് നീറ്റാക്കി ഇടാൻ തന്നെയാണ് ആഗ്രഹിക്കണം. മുമ്പ് അങ്ങനെ ചെയ്തു. പക്ഷേ ഒക്കെ തല്ലി പൊളിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ഒക്കെ വീണ്ടും അവർ തന്നെ അവിടെ വേസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞ് എല്ലാവർക്കും ബോർഡ് വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വേസ്റ്റ് ഇടുന്നു, എന്നിട്ട് അത് വേസ്റ്റ് ഇട്ട് പോകുന്നു. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യണേ? അതെ അതെ ഒഴിപ്പിക്കാൻ അവർ ഒഴിയുന്നില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല. പിന്നെ പറഞ്ഞ ചോദിച്ചപ്പോൾ പറഞ്ഞ പല കടകളൊന്നും ലൈസൻസ് ഇല്ലാണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ലൈസൻസ് പഞ്ചായത്ത് കുറേ കേസിലാണ് ഓക്കെ. അപ്പൊ കേസ് വരുന്നത് എപ്പോഴാണ്? കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴേ കേസ് വരുന്നത്. പഴയവരോട് മാറാൻ പറയുന്നു. അത് ലേലത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഹയർ ലേലത്തിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളത്തോളം അപ്പോൾ ഏറ്റവും കൂടിയ വിലയ്ക്ക് കോട്ട് ചെയ്ത് കിട്ടും. പക്ഷേ അവന് ചില ഇത് കിട്ടി കഴിഞ്ഞ് പിന്നെ അടയ്ക്കുന്ന വെച്ചിട്ടാണ് ഇത് കോട്ട്. അപ്പോൾ അടക്കണില്ല, മനസ്സിലായില്ല. ആ കളർ കൈവശം വെച്ചുകൊണ്ട് ഇങ്ങനെ കാലങ്ങളായിട്ട് പോകണമെന്ന് ഞാൻ കേട്ടോളത്തോളം അതിൻ്റെ കോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ തൂല് മാത്രം കൊടുത്തോളൂ. മറ്റേ കുടലും സാധനങ്ങളൊക്കെ ഒരു നിശ്ചിത സാധനം മാത്രം അവൻ പൈസക്ക് കൊടുത്തോളുന്നു. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ബാക്കിലേക്ക് തൊട്ടിലേക്ക് വിടുന്നു. അത് ബാക്കി വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് നമ്മുടെ പള്ളി ഉണ്ടാക്കി കാനയിലേക്ക് പോകാൻ പറ്റാണ്ട് അടന്നിട്ട് ഇറങ്ങുന്നത് വഴി ആ നൈമാസിലേക്ക് വെച്ച് തന്നെ അവിടെ എപ്പോഴും ഒരു ഫ്രീ മൈൻഡ് ഇരിക്കുന്ന സമയത്ത് തന്നെ ചെന്ന് നോക്കി വെറുതെ ഒരു ഓപ്പൺ വിസിറ്റ് പോയി നടത്തി കഴിഞ്ഞതിനെ പറ്റി സ്ട്രക്ചർ ചെയ്യാൻ കൈകാര്യമാരും വിളിക്കും ഇത് വന്നതുകൊണ്ട്.